പഞ്ഞിമിഠായി, പുല്ലുമിഠായി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന സോൻ പാപ്ഡി ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു വെറൈറ്റി ഡ്രിങ്കാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അനാർ ജ്യൂസാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജ്യൂസ് ഉപയോഗിക്കാം. സ്ട്രോബെറിയോ ബ്ലൂബെറിയോ ഏത് ജ്യൂസ് ആണെങ്കിലും കുഴപ്പമില്ല. അതിൽ ഈ സോൻ പാപ്ഡി ചേർത്തിട്ട് അടിച്ചെടുത്താൽ വളരെ ടേസ്റ്റാണ്. എൻ്റെ മോൾ ഈ ഡ്രിങ്ക് എവിടുന്നോ കോട്ടൺ കാൻഡി ചേർത്തിട്ടുണ്ടാക്കുന്നത് കണ്ടതാണ്. അപ്പോൾ വീട്ടിൽ കോട്ടൺ കാൻഡി ഇല്ലാത്തതുകൊണ്ട് അവൾ അതിന് പകരം ഈ പഞ്ഞിമിഠായി യൂസ് ചെയ്തതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് അനാർ ജ്യൂസ് ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു ചെറിയ അനാറാണ് എടുത്തിട്ടുള്ളത്, പോമഗ്രാനേറ്റ്. ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് തണുത്ത പാല് ചേർക്കാം. ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കാം. ഇതിൽ നിറയെ സീഡ്സ് ഉണ്ടാവും. ഇതിവിടെ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മിക്സിയുടെ ജാറൊന്ന് കഴുകിയതിന് ശേഷം നമുക്ക് ഈ ജ്യൂസ് മിക്സിയിലേക്ക് തന്നെ തിരിച്ചൊഴിക്കാം. ഈ ബ്ലെൻഡർ ഒന്ന് കഴുകിയെടുക്കണം, കാരണം ഇതിൽ അനാറിൻ്റെ സീഡ്സ് അവിടെ എവിടെയായിട്ട് കിടക്കുന്നുണ്ടാവും. ഒന്ന് കഴുകിയതിന് ശേഷം വീണ്ടും തിരിച്ചൊഴിക്കാം. ഇനി നമുക്കിതിലേക്ക് പഞ്ഞിമിഠായി ചേർക്കാം. ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂൺ നിറയെ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഈ പഞ്ഞിമിഠായി ബേക്കറികളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഐസ് ക്യൂബ്സ് ചേർക്കാം. ഞാനിവിടെ പാൽ ഐസിൻ്റെ ക്യൂബ്സാണ് ചേർക്കുന്നത്. സാധാരണ ഐസ് ക്യൂബ്സ് ആയാലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ നേരത്തെ ഇതിൽ പാല് ചേർത്തതാണ്. അതുകൊണ്ട് പാൽ ഐസിൻ്റെ ക്യൂബ്സ് വേണമെന്ന് നിർബന്ധമില്ല. 3 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്, അതായത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഡ്രിങ്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പഞ്ഞിമിഠായി കൂടി വെച്ച് കൊടുക്കാം. നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇത് മിക്സ് ചെയ്തിട്ട് വേണം കുടിക്കാൻ. അപ്പോഴാണ് ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരുന്നത്. നമ്മൾ അടിച്ചെടുത്ത പഞ്ഞിമിഠായി കൂടാതെ ഈ മുകളിൽ ചേർത്തിരിക്കുന്ന പഞ്ഞിമിഠായും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഡ്രിങ്ക് കുടിക്കാൻ. അതും കൂടി ചേർത്ത് കുടിക്കുമ്പോഴാണ് ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരുന്നത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഈ പഞ്ഞിമിഠായി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്, ഒരു വെറൈറ്റി ഡ്രിങ്കാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.